നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി മന്ത്രിസഭയിൽ കൂട്ടയടി. ധനമന്ത്രി KN ബാലഗോപാലിനെതിരെ മന്ത്രിമാരായ കെ രാജനും MB രാജേഷുമാണ് അമർഷം പ്രകടിപ്പിക്കുന്നത്. ക്ഷേമ പെൻഷന്റെ പേരിൽ ധനവകുപ്പിന് സംഭവിച്ച വീഴ്ച മറയ്ക്കാനാണ് റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളെ പ്രതികൂട്ടിലാക്കിയെന്നാണ് ആരോപണം. ഇതിൽ കെ രാജന്റെയും MB രാജേഷിന്റെയും വകുപ്പുകൾക്ക് ധനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുന്ന സാഹചര്യം വന്നുചേർന്നു. ധനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഇരു മന്ത്രിമാരും തയ്യാറുമല്ല. സർക്കാർ ജീവനക്കാരും സമ്പന്നരും ക്ഷേമ പെൻഷൻ അനർഹമായി കരസ്ഥമാക്കുന്നതിൽ പേരിന് മാത്രം അന്വേഷണം നടത്തി കുറ്റക്കാരെ രക്ഷിക്കാനാണ് നീക്കം നടക്കുന്നത്. സഖാക്കളെ തൊടാനുള്ള ഇഷ്ടക്കേടാണ് പിന്നിൽ. ധനമന്ത്രി KN ബാലഗോപാൽ പരസ്യമായി നൽകിയ നിർദ്ദേശമാണ് മുഖ്യമന്ത്രി തള്ളിയത്. സർക്കാർ ജീവനക്കാർക്ക് പുറമെ അതിസമ്പന്നരും ക്ഷേമ പെൻഷൻ നേടുന്നുവെന്നാണ് കണ്ടെത്തിയത്. അത്യാഡംബര വാഹനമായ BMW കാർ ഉടമകളും പെൻഷൻ വാങ്ങുന്നതായി മലപ്പുറത്ത് കോട്ടയ്ക്കൽ നഗരസഭയിൽ ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തി. അനർഹ പെൻഷൻ തുടങ്ങുന്നതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ തദ്ദേശ റവന്യൂ വകുപ്പുകൾക്ക് മന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. കോട്ടയ്ക്കൽ നഗരസഭയിലെ മുഴുവൻ പെൻഷൻകാരുടെയും അർഹത പരിശോധിക്കും. സംസ്ഥാന വ്യാപകമായി അന്വേഷണമൊക്കെ തന്നെ നടത്തും. കോട്ടയ്ക്കൽ 7ാം വാർഡിൽ പെൻഷൻ വാങ്ങുന്നവരിൽ ഭൂരിപക്ഷവും അനർഹരാണ് എന്ന് കണ്ടെത്തി. 42 പേരിൽ 38 പേരും അനർഹരാണ്. ഇതിൽ മിക്കവരുടെയും വീടുകൾ എയർ കണ്ടീഷൻ ഉള്ളതും 2000-ലേറെ ചതുരശ്ര അടി വിസ്തീർണവുമുള്ളതുമാണ്. 2000 ചതുരശ്ര അടിക്ക് മുകളിലുള്ള AC ഉള്ള വീടുകളിൽ താമസിക്കുന്ന വർഷം 1 ലക്ഷത്തിലേറെ രൂപ വരുമാനമുള്ളവർക്ക് പെൻഷൻ നൽകരുത് എന്നാണ് വ്യവസ്ഥ ഉള്ളത്. ഒരു വാർഡിൽ മാത്രം ഇത്രയും അധികം അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വിലയിരുത്തലും പുറത്തുവരുന്നത്. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചയാൾ എന്നിവർക്കെതിരെയാണ് അന്വേഷണം പുറത്തുവരുന്നത്. ബാങ്ക് അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെയും അർഹതയെപ്പറ്റി കൃത്യമായ ഇടവേളകൾ പരിശോധന നടത്താൻ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നടത്തിയ പരിശോധനയിൽ ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനർഹരായ 35,000 കാർ ഉടമകൾ ഉൾപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. ഇവരിലും ബെൻസ്, BMW, Audi തുടങ്ങി കാറുകളുടെ ഉടമകളും ഉണ്ടായിരുന്നു. അന്ന് 1,100 രൂപയായിരുന്നു പെൻഷൻ. അവരിൽ പലരും വാഹന ഉടമസ്ഥ മറ്റുള്ളവരിലേക്ക് മാറ്റി ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ട്. മരിച്ചവരുടെ പേരിൽ ബന്ധുക്കൾ പെൻഷൻ വാങ്ങുന്നതായും അന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് വാർഷിക മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയത്. പെൻഷന് അപേക്ഷിക്കുമ്പോൾ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതിയെന്നാണ് ക്രമക്കേടിന് വഴിവെക്കുന്നത്. ഒരിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പിന്നെ പരിശോധനയേ ഇല്ല. 2014-ൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരിടവേളയിൽ പെൻഷനുള്ള വരുമാന പരിധി 1 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷമാക്കി ഉയർത്തിയിരുന്നു. ഇതോടെ 12 ലക്ഷം പേർക്ക് കൂടി ക്ഷേമ പെൻഷൻ വാങ്ങാൻ തുടങ്ങി. ആ സർക്കാർ തന്നെ വരുമാന പരിധി വീണ്ടും 1 ലക്ഷമാക്കി താഴ്ത്തി. അന്ന് പട്ടികയിൽ കടന്നുകൂടിയ ഉയർന്ന വരുമാനക്കാരെ ഒഴിവാക്കാനായില്ല. തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കെ ഇത് സംബന്ധിച്ച് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ 5 ലക്ഷത്തോളം അനർഹരെ കണ്ടെത്തേണ്ടി വന്നിരുന്നു. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം തുടർ നടപടികൾ ഉണ്ടായില്ല. LDF നേതാവ് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചെയർമാനായിരിക്കെ വാങ്ങിയ വയോജന പെൻഷൻ തിരികെ പിടിച്ചു. 63,600 രൂപയാണ് തിരിച്ചടച്ചത്. പാവപ്പെട്ടവർക്ക് മാസം നൽകുന്ന 1,600 രൂപ ക്ഷേമ പെൻഷൻ സർക്കാർ ജീവനക്കാർക്ക് പുറമെ ഉന്നത പദവികളിലുള്ളവരും വാങ്ങുന്നുവെന്നതിൽ തെളിവാണിത്. 1,458 സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങിയതിനെ പറ്റി അന്വേഷണം നടക്കുകയാണ്. ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നും സർക്കാരിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്നും കഴിഞ്ഞ വർഷം ചൂണ്ടിക്കാട്ടിയിട്ടും അവഗണിച്ച സർക്കാരാണ് ഇപ്പോൾ 1,458 ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ കൈയിട്ട് വാഴുന്നതിന്റെ പട്ടിക പുറത്തുവിട്ടത്. 2000 മുതൽ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നുണ്ട് എന്നും കോടതികളുടെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും 2022-ലെ റിപ്പോർട്ടിൽ CAG ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ യാതൊരു തരത്തിലുള്ള അന്വേഷണമോ അച്ചടക്ക നടപടിയോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആകെ 9,201 സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായാണ് CAG 2022-ലെ റിപ്പോർട്ടിൽ പറയുന്നത്. 2017-18 മുതൽ 2019-20 വരെ 3 വർഷം 39.27 കോടി രൂപയാണ് ഇത്തരത്തിൽ അനർഹരായവർക്ക് പെൻഷനായി നൽകുന്നത്. ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളാണ് അനർഹരായവർക്ക് പെൻഷൻ നൽകുന്നത് എന്ന് ഉൾപ്പെടെ ഇതിന്റെ ജില്ല തിരിച്ചുള്ള വിശദമായ കണക്കുകളും CAG റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 2000 മുതൽ തന്നെ അനർഹരായ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നും ഇതുകൂടി കണക്കിലെടുത്താൽ സർക്കാർ
സർക്കാരിന്റെ നഷ്ടം പല മടങ്ങ് ഇരട്ടിയാകുമെന്നും CAG വ്യക്തമാക്കി. ക്രമക്കേട് വഴി തട്ടിയെടുത്ത പണം തിരികെ കിട്ടാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും കുറ്റപ്പെടുത്തി. സർക്കാർ ഫണ്ടിൽ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നെങ്കിലും 2022 ഒക്ടോബർ വരെ ഒരു തരത്തിലുള്ള അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ല എന്നും CAG ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലെ വീഴ്ചകൾക്കെതിരെ സുരക്ഷാ വിമർശനമാണ് CAG നടത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കളെ ചേർക്കുന്നത് മുതൽ പെൻഷനുകളുടെ വിതരണം വരെയുള്ള ഘട്ടത്തിൽ വീഴ്ചയുണ്ടായതായും CAG കണ്ടെത്തി. 2017-18 മുതൽ 2021 വരെ സംസ്ഥാനത്ത് 40.97 ലക്ഷം ഗുണഭോക്താക്കൾക്ക് 29,622.67 കോടി രൂപ സർക്കാർ നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ പെൻഷനായി അപേക്ഷ സമർപ്പിക്കുന്ന ഘട്ടത്തിലും പരിശോധനയിലും അംഗീകാരം നൽകുന്നതിലും അശ്രദ്ധയുണ്ടായി എന്ന് CAG വ്യക്തമാക്കി. ഒരേ ഗുണഭോക്താക്കൾക്ക് 2 വ്യത്യസ്ത പെൻഷനുകൾ അനുവദിച്ചു. സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാതെയും പെൻഷൻ അനുവദിച്ചു. ഗുണഭോക്തൃ സർവേയിൽ 20% അനർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തിയിരുന്നു. പെൻഷൻ സ്കീമുകളുടെ നടത്തിപ്പുകാരായ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് അക്കൗണ്ടുകൾ ശരിയായി പാലിക്കുന്നില്ല എന്നും സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ സുതാര്യതയില്ല എന്നും CAG അറിയിച്ചിരുന്നു. ഒരു പെൻഷൻ ഒരു ഗുണഭോക്താവിന് ഒന്നിലധികം തവണ വിതരണം ചെയ്തതായും CAG റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും പെൻഷൻ സോഫ്റ്റ്വെയർ നവീകരിക്കണമെന്നും CAG ശുപാർശ ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ശമ്പളം, പെൻഷൻ, ഫാമിലി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ പെൻഷൻ പറ്റിയവർക്കോ പെൻഷൻ, ഫാമിലി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹതയില്ല എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ആദായ നികുതി അടയ്ക്കുന്നവർക്കും ഇത് വാങ്ങാൻ കഴിയില്ല. എന്നാൽ ഇത് മറികടന്ന് ആയിരക്കണക്കിന് ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേടിയെടുക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. സർക്കാർ സർവീസിലിരിക്കെ പ്രതിഫലം പറ്റുന്ന മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടുന്നോ പാരിതോഷികമോ സാമ്പത്തിക സഹായമോ സ്വീകരിക്കാനോ പാടില്ല എന്ന നിയമം നിലനിൽക്കുകയാണ് 1458 ജീവനക്കാർ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ലക്ഷങ്ങൾ മാസ ശമ്പളം വാങ്ങുന്നവർ വരെയാണ് ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തി ക്ഷേമ പെൻഷനും തിരിച്ചു കൊണ്ടുവന്നിരുന്നത്. തട്ടിപ്പുകാരുടെ എണ്ണം ഇനിയും കൂട്ടാനാണ് സാധ്യത എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചത്. പെരുമാറ്റച്ചട്ടം വ്യവസ്ഥകൾ ലംഘിച്ച് ധാർമ്മികതയ്ക്കും നിരക്കാത്ത തരത്തിൽ പെൻഷൻ തട്ടിപ്പ് നടന്നത് സർക്കാർ ജീവനക്കാർക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്നതാണ് എന്ന് സർവീസ് സംഘടനകളുടെ നിലപാട്. അനർഹരായവർ പെൻഷൻ വാങ്ങുന്നത് ഒഴിവാക്കുന്നതിനായി സ്വയം പിന്മാറാൻ സർക്കാർ അവസരം ഒരുക്കുകയാണ്. എന്നിട്ടും അതിന് തയ്യാറാകാൻ തട്ടിപ്പ് നടത്തിയവരാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രത്തോളം പേർ അനർഹമായ തരത്തിൽ പെൻഷൻ നേടിയെടുക്കുന്നുവെന്ന് കണ്ടെത്തുന്നതിൽ വന്ന കടുത്ത വീഴ്ചയും വലിയ പാളിച്ചയുമാണ് വിലയിരുത്തപ്പെടുന്നത്.